ദോശയും ചമ്മന്തി. നീ എന്തോടെ ഓർഡർ ചെയ്തേ? ഞാൻ 3 ദോശയും ഒരു സിംഗിൾ ഓംപ്ലേറ്റ്. ഞാൻ ടൊമാറ്റോ റൈസ് ഓർഡർ ചെയ്തിരിക്കുന്നത്. ചേട്ടൻ എന്താ ഓർഡർ ചെയ്തിരിക്കുന്നത്? വലിയ ദോശ. അപ്പൊ ഗൈസ് ദേ നമ്മൾ നേരത്തെ ഉച്ചക്ക് ട്രക്കിങ്ങിനൊക്കെ പോയിട്ട് വന്ന് ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആയി പോയി. പിന്നെ തീരെ വയ്യായിരുന്നു, മാറിക്കിടന്ന് ഉറങ്ങിയിട്ട് ഇപ്പൊ നൈറ്റ് ഒരു 8:30 മണിയൊക്കെ ആയിട്ടുണ്ട്. നമ്മളിത് കുളിച്ചൊരുങ്ങി ഇത് ഫ്രഷ് ആയിട്ട് ഇറങ്ങുവാണ്. കണ്ടോ ഇറങ്ങുവാണ്. നമ്മളൊരു ചായ കുടിച്ചിട്ട് വരാന്ന് പറഞ്ഞ് ഇറങ്ങുവാണ്. പിന്നെ ചെറിയൊരു റൈഡ് ചിലപ്പോൾ നടത്തിയേക്കാം. എന്തായാലും നമുക്ക് പുറത്തോട്ട് പോയിട്ട് വരാൻ. ഇത് ഞങ്ങൾ ചായ കുടിച്ചിട്ടില്ലായിരുന്നു. ചായ കുടിക്കാനായിട്ട് പോവാണ്. അതെ ഷിയ റൂം അടയ്ക്കുവാണ്. നമ്മുടെ ഇപ്പുറത്തെ റൂമിൽ പോകാം. എന്നിട്ട് നിങ്ങൾ ബാംഗ്ലൂർ ഇല്ലടാ? ഇല്ല, ഞാൻ പോയില്ല. ചായ കുടിക്കാൻ പോവാ. ഇത് നമ്മുടെ ഇതുണ്ട്. അമ്മൾ ഇവിടെ നിൽപ്പുണ്ടോ? ഇത് നമ്മള് കാട്ടുതേൻ മേടിച്ചിട്ടുണ്ട്. 2000 രൂപ മേടിച്ചതാ. കാട്ടുതേൻ ഒറിജിനലാണ്. 2000 രൂപയാണ് ഒരു കിലോയുടെ വില. നല്ല അടിപൊളി ഒറിജിനൽ പ്യുവർ. നമ്മളിപ്പോ അടിയിലോട്ട് വന്നപ്പോ ഒരു ടീം കൊണ്ടുവന്നു കൊടുക്കാൻ. നേരെ ഐറ്റംസ് ഇരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ അതുപോലെ കൊണ്ടുവന്നാണ്. ചായ കുടിക്കാൻ ഇറങ്ങിയത് തന്നെ ഇറങ്ങിയിട്ടില്ല. ഇറങ്ങാം. നമ്മളിവിടെ അമലേട്ടനോട് സംസാരിക്കുമായിരുന്നു. സൂപ്പർ ടേസ്റ്റ് കേട്ടോ. ഞാൻ ഇച്ചിരി ടേസ്റ്റ് ചെയ്ത് നോക്കി. അടിപൊളി. അപ്പൊ ഗൈസ് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി നമ്മളെ റൂമിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. നല്ല തണുപ്പുണ്ട്. നമ്മൾ കുറച്ച് സാധനം പർച്ചേസ് ഒക്കെ ചെയ്യണമെന്ന് വിചാരിച്ചു, പക്ഷെ നടക്കത്തില്ല. എല്ലാ കടകളും അടച്ചു. മറ്റേ പലചരക്ക് ഇവിടെ ഉണ്ട്. ഇവിടെ കാണത്തൊന്നുമില്ല. ഇപ്പൊ എന്തായാലും ചായ കുടിക്കുന്ന കാണിച്ചു തരാം. എനിക്ക് ഭയങ്കര ആഗ്രഹം ചായയും ബണ്ണും കഴിക്കണം. ഞാൻ പണ്ട് കൊച്ചിലുണ്ടല്ലോ, കൊച്ചിലെനിക്ക് പൊടി ഒരു 5 വയസ്സൊക്കെ ആയപ്പം 5 വയസ്സ് 4 വയസ്സൊക്കെ ബണ്ണും ചായയൊക്കെ രാത്രി പുട്ടാണോ തിന്നത്? അല്ല പുട്ടാണോ തിന്നത്? എനിക്കിപ്പം അങ്ങനെ ഒരു ആഗ്രഹം, ബണ്ണും ചായ കുടിക്കണം. ബണ്ണും ചായ കുടിക്കണം. നമ്മൾ നേരെ ചായക്കടയിലോട്ട് പോട്ടെ. ഇവിടെ നിന്നാണ് നമ്മൾ ബണ്ണും ചായ കുടിക്കാൻ പോകുന്നത്. ബണ്ണില്ലടാ, ബണ്ണില്ല. നമുക്കൊരു പാക്കറ്റ് ബണ്ണ് വാങ്ങിച്ചോണ്ടല്ലോ. കട്ടൻ ചായ ഉണ്ടോ ഇവിടെ? ഇവിടെ കട്ടൻ ചായ മാത്രമേ ഉള്ളൂ. കട്ടൻ ചായയും ബണ്ണും കുടിക്കാനുള്ള പരിപാടിയാണ്. ചായ എടുക്കും. വണ്ടി ഏതെങ്കിലും ഉണ്ടോ? തേങ്ങ വേണോ? ദിൽകുഷ് ഒരു കോക്കനട്ട് ബൺ. ദിൽകുഷ് എന്ന് പറയും. സാധാ ബൺ. ഇപ്പൊ നമ്മൾ ചായ കുടിക്കട്ടെ കേട്ടോ. അപ്പം ഞങ്ങൾ കുറച്ച് നേരം അവിടെ പിന്നെ ചായയൊക്കെ കുടിച്ചിട്ട് വന്ന് കുറേ നേരം അവിടെ അമലേട്ടനുമായിട്ടൊക്കെ ഇന്ന് സംസാരിച്ച് കുറച്ച് നേരം അവിടെയൊക്കെ കറങ്ങി നടന്ന് ഇനി ഫുഡ് കഴിക്കാനായിട്ട് പോവാണ്. ഹോട്ടലൊക്കെ അടച്ചിട്ടുണ്ട്. സംഭവം ഫുഡ് കഴിക്കുന്ന ഒരു തട്ടുകടയെന്നോ ഒക്കെയാണ് പ്ലാൻ ചെയ്തത്. ഇനി പോയി കഴിയുമ്പോൾ അറിയത്തുള്ള എന്താ സംഭവം എന്നുള്ളത്. വാ. ഓക്കെ. അപ്പോൾ അമലേട്ടനും കൂടെ വരുന്നുണ്ട് ഞങ്ങളുടെ കൂടെ ഫുഡ് അടിക്കാനായിട്ട്. അപ്പോൾ വെയിറ്റ് ചെയ്യാം. നമ്മൾ രണ്ടുപേരും മാത്രമല്ല, അമലേട്ടനും വേറെ 2 ഫ്രണ്ട്സും കൂടി ഉണ്ട്. എന്തേത്? അപ്പോൾ നമ്മൾ നൈറ്റ് തിരിച്ച് നാട്ടിലേക്ക് മടങ്ങാം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമലേട്ടൻ കാണിച്ചിരിക്കുന്ന ഒരുപാട് നമ്മൾ പോകാതിരിക്കാൻ വണ്ടി ഫുള്ള് ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ്.
ഇത് നമ്മൾ 4 പേര് 4 ഒരാളും കൂടെ ഉണ്ട്, 5 പേരും കൂടെ പോകുന്നത് ഫുഡ് അടിക്കാൻ. ഇതിൻ്റെ പേര് ചോദിച്ചോടാ, മറന്നുപോയി. അപ്പം ഇത് ജെറിനാണ്, ജെറിൻ. മറ്റേത് അമീൻ എന്ന് പറഞ്ഞിട്ട് ഒറ്റ മരുന്നുണ്ടാവും വരുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെയാണ് തട്ടുകടയിലാണ് ഫുഡ് അടിക്കാനായിട്ട് വന്നിരുന്നത്. അല്ലേ ഇവിടെ വരാറുണ്ട്. ഫ്രൈ ഉണ്ട്, ടൊമാറ്റോ റൈസ് ഉണ്ട്, പിന്നെ ഇതെന്താ ദോശ ഫ്രൈ, അതൊക്കെയാണ്. അപ്പോൾ ഞങ്ങളല്ല ഓർഡർ ചെയ്തിരുന്നു, വേറെ ആരും. ഞാൻ കഴിക്കുന്നത് ദോശയും ചമ്മന്തിയും. നീ എന്തോടെ ഓർഡർ ചെയ്തേ? ഞാൻ 3 ദോശയും ഒരു സിംഗിൾ ഓംപ്ലേറ്റ്. ഞാൻ ടൊമാറ്റോ റൈസ് ഓർഡർ ചെയ്തിരുന്നു. ചേട്ടൻ എന്താ ഓർഡർ ചെയ്തിരിക്കുന്നത്? വലിയ ദോശ. എനിക്കുള്ള ടൊമാറ്റോ റൈസ് വന്നിട്ടുണ്ട്, എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഇതിൻ്റെ കൂടെ എന്തോ കഴിക്കുന്നു? ഇതിൻ്റെ കൂടെ ആണല്ലേ ടൊമാറ്റോ റൈസ്. ടൊമാറ്റോ റൈസ് ഉണ്ട്, നോർമൽ ദോശ 3 നോർമൽ ദോശ പറഞ്ഞാൽ കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിൻ്റെ കൂടെ എന്തെങ്കിലും വേണോടോ, അല്ലാതെ കഴിക്കാൻ പറ്റും. വെള്ളം ഒഴിച്ച് അതിന് ഓർഡർ ചെയ്തിട്ട് നോർമൽ ദോശ. കഴിച്ചിട്ടില്ല. എനിക്ക് നമ്മുടെ ചേച്ചി പറഞ്ഞു ഓംപ്ലേറ്റിൽ പറഞ്ഞു 2 സിംഗിൾ ചേട്ടന് പോരെ? ചേട്ടന് മതി. നോക്കിട്ട് അപ്പോൾ അമ്മലേട്ടൻ വന്നിട്ട് അമ്മലേട്ടന് വലിയ ദോശ, പ്ലെയിൻ ദോശ നല്ല മുരിഞ്ഞ് കിട്ടും. ടൊമാറ്റോ റൈസ് കൊള്ളാം, കുഴപ്പമില്ല. കഴിച്ചു നോക്ക്. കഴിച്ചിട്ടുണ്ടോ? ചെറിയ പ്ലെയിൻ അതെ നാട്ടിൽ കഴിക്കണ്ടേ. എങ്ങനെയുണ്ട്? ഇവിടെ പിറക്കി പക്ഷേ ഇത് ഇടിയിലെ അടിപൊളിയാണല്ലേ. നമ്മള് തിരിച്ചു പോവാണ്, തിരിച്ച് റൂമിലേക്ക്. ഇവിടെ ചൂരയും കയറിയൊന്നും മുറിക്കത്തില്ലേ? മുറിച്ചു കൊടുക്കുന്നതിന്റെ മൂന്നാറിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ ഇത് അങ്ങോട്ടാണ്, ഈ വഴി കൂടെയാണ് മൂന്നാറിലേക്ക് പോകുന്നത്. ഇപ്പൊ നമ്മളുള്ളത് പൂപ്പാറ. ഭയങ്കര തണുപ്പ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത തണുപ്പ്. നമ്മൾ വിചാരിക്കുന്നവരല്ലാണ്ട ഫുള്ള് ഇരുട്ടാണ് ഇവിടെ, ഫുള്ള് ഇരുട്ടാണ്. കാരണം ഇവിടെ ടൈം എന്ന് പറയുന്നത് 1 മണിയായിട്ടുണ്ട്. ഭയങ്കര തണുപ്പാണ്, ഭയങ്കര തണുപ്പെന്ന് വെച്ചാൽ ഭയങ്കര തണുപ്പ്. കോടയൊക്കെ ഉണ്ട്, അങ്ങോട്ട് കോടയൊക്കെയാണ്. അപ്പോൾ നമ്മളെന്തായാലും റൂമിലേക്ക് പോട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും വൈൻഡപ്പ് ചെയ്യുക. നമ്മൾ ഇനി നാളെ രാവിലെ ഉള്ള വീഡിയോ ചെയ്യാം. എന്തായാലും ഇതുവരെയുള്ള വീഡിയോ വൈൻഡപ്പ് ചെയ്യുക. ഇന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു.